29-ാമത്തെ വയസ്സിൽ ഒരു ദിവസം അർദ്ധരാത്രിയിൽ കുടുംബവും സമ്പത്തും പദവിയുമെല്ലാം ഉപേക്ഷിച്ച് ഗൗതമൻ കൊട്ടാരം ഉപേക്ഷിച്ചു പോകുന്നു. വീടും കുടിയുമില്ലാത്ത ഒരു അനാഥനെ പോലെ ദുരിതങ്ങളിൽ നിന്നും മനുഷ്യന് ഒരു മോചനം തേടി വടക്കേയിലാകെ ഗൗതമൻ അലഞ്ഞു നടന്നു. നിരവധി ആശ്രമങ്ങൾ സന്ദർശിച്ചു. നിരവധി ഗുരുക്കന്മാരുടെ പാദങ്ങളോട് ചേർന്നിരുന്ന് അവരെ ശ്രവിച്ചു. പക്ഷേ യാതൊന്നും അയാൾക്ക് മോചനം നൽകിയില്ല. അതൃപ്തി അയാളിൽ നിലനിന്നു. ഗൗതമൻ നിരാശനായില്ല. സങ്കടങ്ങളിൽ നിന്നും സമ്പൂർണ്ണ മോചനത്തിനായി ഒരു പോംവഴി കണ്ടെത്തും വരെ സ്വന്തം രീതിയിൽ അന്വേഷിക്കാൻ അയാൾ ഉറപ്പിച്ചു. തുടർന്ന് 7 വർഷങ്ങൾ സത്തയെയും ഹേതുക്കളെയും മനുഷ്യവിമോചനത്തെയും തീവ്രമായി ധ്യാനിച്ച് അയാൾ കഴിഞ്ഞു. ഒടുവിൽ യാഥാർത്ഥ്യം ഗൗതമൻ വെളിപ്പെട്ടു. മനുഷ്യാവസ്ഥയുടെ ദുരിത സ്വഭാവത്തിന് കാരണമാകുന്നത് ദാരിദ്ര്യമോ സാമൂഹിക അനീതിയോ ദൈവങ്ങളുടെ ശാപമോ അല്ലെന്ന് ഗൗതമൻ ഗ്രഹിച്ചു. മനുഷ്യ മനസ്സിൻ്റെ പെരുമാറ്റ സവിശേഷതകളാണ് ദുരന്തങ്ങളെ ആനയിക്കുന്നതെന്ന് ഗൗതമൻ തിരിച്ചറിഞ്ഞു. മനസ്സിൻ്റെ അനുഭവങ്ങൾ എന്തായിരുന്നാലും അതിൻ്റെ പ്രതികരണങ്ങൾ എപ്പോഴും ആസക്തിയോടുകൂടിയായിരിക്കും. ആസക്തിയിൽ അതൃപ്തിയും കലർന്നിരിക്കും. അരോചകമായതിനെ മനസ്സ് അനുഭവിക്കുമ്പോൾ ആ അസ്വസ്ഥതയെ ഒഴിവാക്കാൻ അത് ശ്രമിക്കും. സന്തുഷ്ടകരമായ ഒന്നിനെ മനസ്സ് അനുഭവിക്കുമ്പോൾ ആ സന്തുഷ്ടിയെ നിലനിർത്താൻ പെരുപ്പിക്കാനും മനസ്സ് ആസക്തമാകും. അതിനാൽ മനസ്സെപ്പോഴും അതൃപ്തിയും അസ്വസ്ഥവും ആയിരിക്കും. വേദന പോലുള്ള അസന്തുഷ്ടകരമായ ഒന്നിനെ അനുഭവിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകും. വേദന തുടരുന്തോറും മനസ്സ് അസന്തുഷ്ടമായി തുടരുകയും വേദന ഇല്ലാതാക്കാനായി കഴിയുന്നതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും സന്തുഷ്ടകരമായ അനുഭവങ്ങളുടെ